ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് ഇനേർട്ട് ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അതിന്റെ തന്നതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത്തരം ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇതൊക്കെ ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പരീക്ഷയ്ക്ക്. ഇവിടെ നോക്കിയേ, രണ്ട് കോട്ടന്റെ ത്രെഡ് എടുത്തേക്കാം. ഈ ത്രെഡ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസിൽ കണ്ട ഒന്ന് തിന്നാണ്, ഒന്ന് തിക്കാണ്. ഈ രണ്ട് നൂലിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് വ്യത്യാസപ്പെടും, അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടും. ഏകദേശം ഫ്രീക്വൻസി വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഒന്നാണ്. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് വൈബ്രേഷനാണ് നമ്മൾ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ ഇതിൽ വ്യത്യാസം വരും. ഒന്ന് ഫ്രീക്വൻസിയിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് വൈബ്രേഷനിലും വ്യത്യാസം വരും. എന്തുകൊണ്ടാണ്? ഈ കോട്ടന്റെ തിക്നെസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ഒന്ന് തിക്നെസ് വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ സൈസ് വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി, ഇപ്പൊ നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച് അതിന് വൈബ്രേറ്റ് ചെയ്യിക്കാൻ അനുവദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ത്രെഡ് അതേ നീളത്തിലുള്ള ത്രെഡ് ആണെങ്കിലും അതിലും ഫ്രീക്വൻസിയിലും നമ്പർ ഓഫ് വൈബ്രേഷനിലും ഒക്കെ വ്യത്യാസം വരും. ഡു ഓൾ ദ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഓൺലി ഇൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ ഒബ്ജക്റ്റും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമാണ് വൈബ്രേറ്റ് ചെയ്യുക? അല്ല. നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമല്ല, അതിനിപ്പോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും അത് വൈബ്രേറ്റ് ചെയ്യും. ഇനി അടുത്ത ഒരു ടേമാണ് എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതുപോലെ തന്നെ റെസൊണൻസ് എന്താണ്. അപ്പോൾ ആദ്യം തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ ഒരു മിക്സി നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ടേബിളിൽ വെച്ചിട്ടാണ് ആ ഒരു മിക്സി പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ഈ മിക്സിയുടെ വൈബ്രേഷൻ മൂലം ആ ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അവിടെ ആ ടേബിൾ തന്നെ വൈബ്രേറ്റ് ചെയ്യല്ല, മിക്സിയുടെ വൈബ്രേഷൻ മൂലമാണ് ആ ടേബിളിൽ വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇനി നമ്മളൊരു എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക്, അതായത് ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ഇതിന്റെ സ്റ്റെമ്മ് ഒരു ടേബിൾമ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ വൈബ്രേഷൻ മൂലം ആ ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്യും. ഈ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക? അതായത് ഒരു ഹാമർമ വെച്ച് അടിക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ മൂലം ഈ ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കണ്ട, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. ഈ ഒരു മിക്സിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതിലുള്ള എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് ഏതാണ്? മിക്സി. ഒബ്ജക്റ്റിന്, ഏത് ഒബ്ജക്റ്റിനെയാണ് അവിടെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത്? ടേബിളിനെ. ഈ ഒരു സംഭവത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്യൂണിംഗ് ഫോർക്കാണ്. എന്നാൽ ഏത് ഒബ്ജക്റ്റിനാണ് ആ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്? ടേബിൾ. അപ്പോൾ ഒരു ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടാവും, ഫോഴ്സിങ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ രണ്ട് വുഡൻ ബ്ലോക്കിന്റെ ഇടയിൽ 13 സെന്റിമീറ്ററും 17 സെന്റിമീറ്ററുള്ള ബ്ലേഡ്, 3 ബ്ലേഡ്, അതായത് 13 സെന്റിമീറ്ററിന്റെ 3 ബ്ലേഡും 17 സെന്റിമീറ്ററിന്റെ 3 ബ്ലേഡും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്തേക്കാണ്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. ഈ ഒരു ഫസ്റ്റ് ബ്ലേഡായ എ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക, അതോ എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും? എന്താണ് ഇവിടുത്തെ ആൻസർ? എല്ലാ ബ്ലേഡും ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ഇനി ഈ ബ്ലേഡുകളൊക്കെ സെയിം ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല. എല്ലാ ബ്ലേഡും ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഇതിൽ എ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ബ്ലേഡാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം എയുടെ അതേ സൈസുള്ള മറ്റ് 2 ബ്ലേഡ് ഏതൊക്കെയാണ്? ഒന്ന് സിയും ഒന്ന് ഇയുമാണ് ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ് ഹാവ് സ്റ്റോപ്പ്ഡ് വൈബ്രേറ്റിംഗ്, അതായത് എല്ലാ ബ്ലേഡും വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ബ്ലേഡ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവിടെ ബി മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക? എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി മാത്രമല്ല, എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും. ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മറ്റ് 2 ബ്ലേഡ് ഏതൊക്കെയാണ്? ബിയുടെ സൈസുള്ള ഡിയും എഫുമാണ് ഇതേപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 കേസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് കേസിൽ നോക്കിയേ, സിൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സി ആൻഡ് ഡി ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. അതായത് ആദ്യത്തെ കേസിൽ എയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതേ സൈസുള്ള സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയതുകൊണ്ട് അവ 3 പേരും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ
വൈബ്രേറ്റ് ചെയ്യും. ഇതേപോലെ ബിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡിയുടെയും എഫിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയതുകൊണ്ട് അവ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സൈസിനനുസരിച്ചിട്ടാണ് ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി അതുപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ റെസണൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം പഠിക്കുകയാണ്. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. ഒന്ന്, ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എ ആണ്, ഇവിടുത്തെ ഫോഴ്സിങ് ഒബ്ജക്റ്റ്. ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സിയും ഇയും. അപ്പോൾ ഈ രണ്ട് തരം ഒബ്ജക്റ്റിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോൾ ഈ ഒബ്ജക്റ്റ് റെസണൻസിലാണെന്ന് നമുക്ക് പറയാം. റെസണൻസിലായ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവർ വൈബ്രേറ്റ് ചെയ്യുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഒന്ന്, ഈ മൂന്ന് ഒബ്ജക്റ്റും അവിടെ റെസണൻസിലായ ഒബ്ജക്റ്റ് എങ്ങനെയാണ് റെസണൻസിലാവുന്നത്? അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുന്ന സമയത്താണ് ആ ഒബ്ജക്റ്റ് റെസണൻസിലാണെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ റെസണൻസിലായ ഈ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് കേട്ടോ. റെസണൻസിന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു PVC പൈപ്പ് ഇതിൽ നമ്മളൊരു വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ 512 ഹെർട്സ് വരുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് ഈ ഒരു മൗത്തിൽ പിടിച്ചേക്കുന്നു. അപ്പോൾ നമുക്ക് സൗണ്ട്സ് കേൾക്കാം. ഇങ്ങനെ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഈ പൈപ്പിൻ്റെ മൗത്തിൽ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇതിലുള്ള എയർ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമുക്കിവിടെ സൗണ്ട് കേൾക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു PVC പൈപ്പും ഈ ട്യൂണിംഗ് ഫോർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ഒരു പ്രത്യേക പോയിന്റിൽ വരുമ്പോൾ നമുക്കിവിടെ ലൗഡർ സൗണ്ട് കേൾക്കാം. അതായത് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗണ്ട് നമുക്ക് കേൾക്കാം. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെയും അതുപോലെ തന്നെ ഇതിലുള്ള എയർ പാർട്ടിക്കിളിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുന്ന സമയത്താണ് ആ ഒരു ലൗഡർ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് തരം ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും ഉണ്ട്, ഒരു ഫോഴ്സിങ് ഒബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫോഴ്സിങ് ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റ് കാരണമാണ് ഇതിലുള്ള എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എപ്പോഴാണോ ഈക്വൽ ആയിട്ട് വരുന്നത് ആ ഒരു സ്റ്റേജിൽ ഈ രണ്ട് ഒബ്ജക്റ്റും റെസണൻസിലാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ റെസണൻസിലായ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. ഏതൊക്കെ ഫീൽഡിലാണ് ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, മാഗ്നറ്റിക് റെസണൻസ് ഇമേജ് സ്കാനിങ്ങിൽ, റേഡിയോ ട്യൂണിങ്ങിൽ, അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, ഫീബിൾ സൗണ്ട് നമുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മെഗാഫോൺ, ഹോൺ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ട്രംപറ്റ്, നാഗസ്വരം, ഇതിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടേം ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. പഠിച്ചിരിക്കുക, എത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? അപ്പം ഫ്രീക്വൻസി പീരീഡ് തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t അഥവാ t ഈസ് ഈക്വൽ ടു 1/f. നമുക്കറിയാം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ പീരീഡ് കുറയും, പീരീഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ t ഈസ് ഈക്വൽ ടു 1/f എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1 ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ പീരീഡ് ആയതുകൊണ്ട് അത് എപ്പോഴും സെക്കൻഡിലായിരിക്കും എഴുതേണ്ടത്. പീരീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇനി ഇഫ് എ പെൻഡുലം ടേക്ക് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്, ടി എന്ന് പറയുന്നതാണ് 0.5. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. 1/0.5 is equal to 2 Hz എന്ന് ആൻസർ കിട്ടും. എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz is excited. 512 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ അതിന്റെ സ്റ്റെമ്മ് ഒരു ടേബിളിൽ പ്രസ് ചെയ്തു. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡസ് ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ ദി സിറ്റുവേഷൻ? ഇല്ലേ, വൈബ്രേറ്റ് ചെയ്യും. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്റ്റെം എക്സൈറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ ടേബിളുമ്പോൾ തൊട്ടാലും ആ സംഭവം വൈബ്രേറ്റ് ചെയ്യും. അതിപ്പോൾ ആ മിക്സി പ്രവർത്തിപ്പിച്ച പോലെ തന്നെ ഇത് ട്യൂണിംഗ് ഫോർക്ക് ആണെന്നുള്ളൂ. ഓൾറെഡി ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്യൂണിംഗ് ഫോർക്ക് ടേബിളിൽ കൊണ്ട് വെച്ചാലും ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. എന്താണ് അവിടുത്തെ
കാരണം അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ടേബിള് ഇവിടെ വെറുതെ വൈബ്രേറ്റ് ചെയ്യല്ല. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്റ്റെമ്മ് വൈബ്രേറ്റ് ചെയ്തത് മൂലമാണ് ഈ ടേബിളും ഇവിടെ വൈബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടുത്തെ ഫിനോമിനൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇതേപോലെ തന്നെ ഒരു മിക്സി ടേബിൾ വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യോ എന്നൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ ടേബിളും വൈബ്രേറ്റ് ചെയ്യും. കാരണം ഇത് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ എയർ നിയർ ഇറ്റ് വൈബ്രേറ്റ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്? അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള എയർ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ഇറ്റ്സ് പ്രോങ് പ്രസ് ആൻഡ് റിലീസ് ദ ലെയർ ഓഫ് എയർ സറൗണ്ടിങ് ദ ട്യൂണിംഗ് ഫോർക്ക്. അതായത് നമുക്കറിയാം ട്യൂണിംഗ് ഫോർക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് സ്റ്റെം എന്നറിയപ്പെടുന്ന ഒരു ഭാഗവും അതേപോലെ തന്നെ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗവും. ഇതാണ് പ്രോങ് എന്നറിയപ്പെടുന്നത്. ഈ പ്രോങ്ങിന്റെ ഇടയിലുള്ള ആ ഒരു ലെയർ ഓഫ് എയർ എന്ന് പറഞ്ഞത് ഒന്ന് പ്രസ്സായിട്ട് റിലീസ് ആവും. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള എയർ വൈബ്രേറ്റ് ചെയ്യും. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമുള്ള എയറും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു മെക്കാനിസം നടക്കുന്നത്. നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ട്യൂബ് എടുത്തേക്കാണ്. ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു എൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള പേപ്പർ ബോൾസ്, വളരെ കനം കുറഞ്ഞ പേപ്പർ ബോൾസ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരറ്റത്തിൽ കൂടെ ഒരു ലൗഡ് സൗണ്ട് കടത്തി വിടുമ്പോൾ ഈ പേപ്പർ ബോൾസിന് എന്ത് സംഭവിക്കും? ഈ പേപ്പർ ബോൾസ് വൈബ്രേറ്റ് ചെയ്യും. അതായത് ഒന്ന് മുന്നോട്ടും പിന്നോട്ടും, ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുന്നോട്ടും പിന്നോട്ടായിട്ട് അത് ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും. ഈ പേപ്പർ ബോൾസ് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് പോവല്ല ചെയ്യുന്നത്. അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് മുന്നോട്ടും പിന്നോട്ടുമായിട്ട് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. ഇനി ചില റീജിയൻസിൽ ഈ പേപ്പർ ബോൾസ് വളരെ അടുത്ത് കാണപ്പെടും. പിന്നെ ചില റീജിയനിൽ വളരെ അകലേറ്റ് കാണപ്പെടും. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടെ ഇപ്പോൾ അടുത്ത് കാണപ്പെടാണെങ്കിൽ ഇവിടെ കുറച്ച് അകലേറ്റ് കാണപ്പെടും. ഇത് അതിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്യാണ്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ അടുത്ത എൻഡിലോട്ട് ഈ പേപ്പർ ബോൾസ് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? പേപ്പർ ബോൾസ് ഇവിടെ അടുത്തും പിന്നെ അത് കുറച്ച് അകലായിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ സൗണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ പേപ്പർ ബോൾസും അതുപോലെ തന്നെ ഈ ട്യൂബിന്റെ ഉള്ളിലുള്ള എയർ മോളിക്യൂൾസും വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും അവിടെ ക്രിയേറ്റ് ആവും. ഈ പേപ്പർ ബോൾസ് അടുത്തിരിക്കുന്ന ആ ഒരു റീജിയനെ നമുക്ക് ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ പേപ്പർ അകന്നിരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് ലോ പ്രഷർ റീജിയൻ എന്ന് വിളിക്കാം. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ ബോൾസ് അതിന്റെ ഇക്വിലിബ്രിയത്തെ അടിസ്ഥാനമാക്കി ഒരു ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. ഈ പേപ്പർ ബോൾസ് ഈ അറ്റത്ത് നിന്ന് അടുത്തൊരു അറ്റത്തിലേക്ക് പോകുന്നില്ല. അവിടെ സൗണ്ട് ആണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് ഇൻ ദ ഫോം ഓഫ് എനർജി. ഇവിടെ വേവ് മോഷനെ കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നേക്കുന്നത്. സ്ട്രെച്ച് ബോത്ത് എൻഡ് ഓഫ് ദ സ്ലിംഗി പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ. സ്ലിംഗി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കോയിലാണ്. നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോയിലിനോട് വിളിക്കുന്ന പേരാണ് സ്ലിംഗി. ഈ സ്ലിംഗിനെ ഒരു ടേബിളിന്റെ പുറത്ത് വെക്കുന്നത്. കംപ്രസ് ആൻഡ് റിലീസ് എ ഫ്യൂ കോയിൽ അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി. അതായത് ഈ ഒരു എൻഡിൽ ഒരു എൻഡ് ഇങ്ങനെ പിടിക്കുക, മറ്റേ എൻഡ് നമ്മളൊന്ന് അമർത്തി പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റ്റർബൻസ് കാണാം നമുക്ക്. അതായത് ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഈ കോയിലിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. മൂവ് വൺ എൻഡ് ഓഫ് ദ സ്ലിംഗി ബാക്ക് ആൻഡ് ഫോർത്ത് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1.8. ഇനി ഇവിടെ നമ്മളൊന്ന് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് ബാക്കിലേക്ക് വലിച്ച് നമ്മൾ മുന്നോട്ട് വലിക്കുമ്പോൾ അവിടെയും എന്തുണ്ടാവും? അവിടെയും ഡിസ്റ്റർബൻസ് കാണും. ഇവിടെ അമർത്തി പിടിച്ച് വിടുമ്പോഴും ഡിസ്റ്റർബൻസ് കാണാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് മുന്നോട്ടും പിന്നോട്ടും ഒന്ന് വലിക്കുമ്പോഴും ഇവിടെ ഡിസ്റ്റർബൻസ് കാണാം. ഡോണ്ട് you see the disturbance formed in the slingy moved from one end to the another. ഇവിടെ ഈ ഒരു ഡിസ്റ്റർബൻസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് പോകും. Are the coils in the slingy moving towards the other end along with the disturbance? ഈ ഡിസ്റ്റർബൻസിനോടൊപ്പം കോയിലിന് വല്ല ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കോയിലിന് വല്ല സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഈ ഒരു കോയിലിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ലിംഗിയിൽ ഡിസ്റ്റർബൻസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് പോകും. അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിന്റെ മറ്റൊരു പേരാണ് എനർജി ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. പക്ഷെ കോയിലിനോ അല്ലെങ്കിൽ സ്ലിംഗിക്കോ ഇവിടെ ഒരു സ്ഥാനമാറ്റവും സംഭവിക്കുന്നില്ല. It is seen that disturbance formed in one part of the slingy spread to the other part without any displacement of the coil. ഇവിടെ സ്ലിംഗിയിലുള്ള ഒരു ഭാഗത്തുള്ള ഡിസ്റ്റർബൻസ്
അനദർ പാർട്ടിലേക്ക് പോവും. പക്ഷെ ഇവിടെ കോയിലിനോ സ്ലിങ്കിക്കോ ഒരു ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോയിലിന് ഒരു അനക്കവും സംഭവിക്കുന്നില്ല, അതിന് ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. കോയിൽ അവിടെ തന്നെ നിൽക്കാണ്. എന്നാൽ ഇവിടുത്തെ ഡിസ്റ്റർബൻസ് ആണ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഹിയർ ദ എനർജി റിസീവ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം. ഇവിടുത്തെ മീഡിയം ഏതാണ്? ഈ ഡിസ്റ്റർബൻസ് പോണ മീഡിയം ഏതാണ്? ഈ സ്ലിങ്കിയാണ് ഇവിടുത്തെ മീഡിയം. ഇവിടെ ഒരു ഭാഗത്ത് വരുന്ന എനർജി അടുത്ത ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ട എനർജി റിസീവ് ചെയ്യുന്നത് ഒരു പാർട്ടിൽ വരുന്ന എനർജി അടുത്ത പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു ദ അതർ പാർട്ട്. ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മോഡ് എന്ന് പറഞ്ഞത് വേവ് മോഷനാണ്. ഇങ്ങനെ എനർജി നമുക്ക് വേവ് മോഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ. ഇങ്ങനെ എനർജീനെ ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക് ഓസിലേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് മോഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് തന്നിട്ട് ഇതിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്ട്രെച്ച് ചെയ്യണ എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് ഇവിടെ ഡിസ്റ്റർബൻസ് ആണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മീഡിയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് നന്നായി പഠിച്ചിരിക്കുക. എന്താണ് വേവ് മോഷൻ എന്ന് പഠിച്ചിരിക്കുക. അതായത് കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു എനർജീനെ ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വേവ് മോഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.